ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഡേ. പിന്നെ നിങ്ങളുടെ അരുണയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ബിക്കോസ് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ നോർമൽ റൊട്ടീനായിരുന്നു. ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്തു, ഹസ്ബൻഡ് പോയി, പുലർച്ചയ്ക്ക് എണീറ്റു. നല്ലൊരു ദിവസമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെയും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് പുലർച്ചയ്ക്ക് എന്ത് കണ്ടൻറ്റാണ് കൊടുക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് എന്ന് ഞാൻ ആലോചിക്കുമ്പം എനിക്ക് തോന്നിയത് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഞാൻ പറയാൻ പോകുന്നത് ആക്ച്വലി ഓൾമോസ്റ്റ് 95% ഞാൻ നോക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഡിബേറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് ലവ് മാരേജും അറേഞ്ച് മാരേജിനെ കുറിച്ചാണ് പറയാമെന്ന്. പക്ഷേ ഞാനിവിടെ ഡിബേറ്റിനായിട്ടല്ല, ഇതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഒരു ഷോർട്ട് ടോപ്പിക്, ഒരു ഷോർട്ട് കണ്ടന്റ് എന്ന് പറയാം. അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നത്. അപ്പം എൻ്റെ ഇതിൽ വന്നിട്ട് ലവ് മാരേജ് ഇസ് ദ ബെസ്റ്റ് അക്കോർഡിംഗ് ടു മീ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എൻ്റെ ലവ് മാരേജിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് ദിവസം കണ്ടു, പിന്നെ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ കല്യാണം കഴിച്ചു, അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ജോലി സ്ഥലത്ത് നിന്ന്. പിന്നെ ഓരോരുത്തരുടെ ഫാമിലി അറിയാൻ പറ്റി. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3 വർഷം ഞങ്ങൾ അഫെയറിലേക്ക് കയറി, ഫാമിലിയായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി, ഫാമിലി മെമ്പേഴ്സായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി. കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാവരോടും നല്ല പരിചയം തുടങ്ങി. പിന്നെ ഒരാൾക്ക് ഒരാളായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞ് ദേഷ്യം വരും, ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞ് ചിരിക്കും, അല്ലെങ്കിൽ ഇത് ഇഷ്ടാവത്തില്ല. അതുപോലെ അദ്ദേഹത്തിനും എനിക്കിത് ഇഷ്ടമാവും, ഇത് ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ധാരാളമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. 3 വർഷം. അപ്പോൾ കുറച്ച് നമ്മൾ പുറത്ത് പോകുന്നത്, ഷോപ്പിംഗ് ചെയ്യുന്നതും നല്ല നല്ല കുസൃതി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു നമ്മുടെ ഈ ലവ് മാരേജ് എന്നുള്ള ഇതിൽ ഞാൻ പറയാൻ വരുന്നത്. പക്ഷേ അറേഞ്ച് മാരേജ് അങ്ങനെയല്ല. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസത്തിൽ പെണ്ണ് കാണലായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ചടങ്ങ് നടത്തണം, ഐ മീൻ മാരേജ് നടത്തണം. ചിലവർ 1 വർഷം എടുക്കാറുണ്ട്, കാരണം അതിൻ്റെ സമ്പ്രദായം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിട്ടയുണ്ടല്ലേ, ആ സമയം എന്തൊക്കെ നോക്കാറുണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ചിലവർ അത് പഠിച്ചെടുക്കും. ഓക്കെ, നമുക്ക് വരാൻ പോകുന്ന ഹസ്ബൻഡ്. പക്ഷേ ചില വീടുകളിൽ സ്ട്രിക്റ്റ് ആയിരിക്കും, നിങ്ങൾ പുറത്ത് പോകാൻ പാടില്ല, കാണാൻ പാടില്ല, കല്യാണത്തിന് മുമ്പ് അങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടാറില്ല യൂഷ്വലി മനസ്സിലാക്കാൻ. പെട്ടെന്ന് കല്യാണം നടത്തും. അപ്പോൾ പുതിയൊരാളുടെ അടുത്ത് പോയി ഒരു ജീവിതം തുടങ്ങുന്ന പോലെ കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എല്ലാവർക്കും. പിന്നെയാണ് അറേഞ്ച് മാരേജിൽ പഠിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ഹസ്ബൻഡ് ഇങ്ങനെയാണ്, വൈഫ് ഇങ്ങനെയാണ്, ഹസ്ബൻഡ് ഇത് ഇഷ്ടമാണ്, വൈഫിന് ഇത് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിവിടെ പറയാവുന്നത് ഡിബേറ്റ് ആയിട്ടല്ല. അക്കോർഡിംഗ് ടു മീ ലവ് മാരേജ് നല്ലതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ലവ് മാരേജ് ആരെങ്കിലും ഇനിയും ലവ് മാരേജ് ചെയ്യാനായിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരെയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. പക്ഷേ ഇത് രണ്ടിലും പറയാനുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ലവ് മാരേജ് ആകട്ടെ അറേഞ്ച് മാരേജ് ആകട്ടെ, അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിറ്റ്വീൻ വൈഫ് ആൻഡ് ഹസ്ബൻഡ്. അതില്ലാതെ ഏത് മാരേജും സക്സസ്ഫുൾ ആയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ കാരണവന്മാർ അല്ലെങ്കിൽ എൻ്റെ പഴയ ജനറേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ജനറേഷനിൽ ആർക്ക് കല്യാണം കഴിച്ചാൽ ആദ്യം സക്സസ്ഫുൾ ആവാൻ ചാൻസസ് ഇല്ല. അപ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഡിബേറ്റിനായിട്ടല്ല, ലവ് മാരേജ് അറേഞ്ച് മാരേജ് ബോത്ത് ഈക്വൽ ആണ്. പക്ഷേ അക്കോർഡിംഗ് ടു മീ, എന്നോട് എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ലവ് മാരേജ് ഇസ് ദ ബെസ്റ്റ്, ബിക്കോസ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ലവ് മാരേജ് ആണ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണ്, നിങ്ങൾ കുസൃതി കാര്യങ്ങൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് ആ സമയത്ത്, ആ മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യുക, കമൻസിൽ ഇടുക. എനിക്ക് കമൻസ് വായിക്കാൻ വളരെ വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാവരെയും കമൻസിനായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്, ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും വളരെ വളരെ നന്ദി. പിന്നെ ഇനിയൊരു കണ്ടന്റായിട്ട് ഞാൻ തിരിച്ചു വരും. ഈ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് ആയിരിക്കട്ടെ. ഹാപ്പി വീക്കെൻഡ്. ചക്കരയുമ്മ.